നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ആവശ്യ നിർവഹണത്തിനും ഒരാളെയും ആശ്രയിക്കാത്തവനെ നാം ആശ്രയിക്കൽ നിർബന്ധമാണ്. ആ രൂപത്തിൽ അർത്ഥം വരുന്ന ഒരു ഇസ്മ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. ഈ ഇസ്മ ചൊല്ലുന്നതോടുകൂടെ ഈ രൂപത്തിലുള്ള അർത്ഥവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഥവാ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ കാരണമാകും. സുജൂദിലായി കിടന്ന് 115 തവണ പാരായണം ചെയ്താൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. എല്ലാ ദിവസവും 350 തവണ ഇത് പാരായണം ചെയ്യാൻ തീരുമാനിച്ചാൽ അവനൊരു സ്വയം പര്യാപ്തയിലേക്ക് എത്താൻ കാരണമാകും. ആ പരിശുദ്ധമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് സാധുക്കളായി നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളാണ്. ഏത് ചൊവ്വാഴ്ചകളാണ് ഉള്ളത് എന്നറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അന്നത്തെ ദിവസം വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഉള്ള ചൊവ്വാഴ്ചകളിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്കാണ്. അത് ആ 10 മണിക്കുള്ള സമയം പാലിച്ചു മാത്രം വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ നിരവധി ഇസ്മുകളെ കുറിച്ച് നാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന അത്ഭുതങ്ങളുടെ കലവറയാണ്. അല്ലാഹുവിന്റെ അതിവിശിഷ്ടമായ 99 നാമങ്ങൾ നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളൊക്കെ ആ ഇസ്മുകൾ മുറുകെ പിടിച്ച് ആ ഇസ്മുകളുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്ത് അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത് നിരവധി ആളുകൾ ഇത് കേട്ട് ഇതിന്റെ നോട്ട് കൃത്യമായി എഴുതുകയും അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും ഈ ഇസ്മിന്റെ അമലനുസരിച്ച് പ്രയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ അത് ചിലർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ അമല് അത് പണ്ടുകാലം മുതലേ നമുക്കൊക്കെ അറിയാം. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും അസ്മാഉൽ ഹുസ്ന. നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്ത് ഉണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വിശേഷണങ്ങളും അതിൽ ഉൾക്കൊണ്ട് ഒരുവിധം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്മുകളും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്ത് ലഭിക്കും. മാത്രമല്ല അസ്മാഉൽ ഹുസ്നയിലെ ചില പ്രത്യേക ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഇസ്മുകളാണ്. അതിൽപ്പെട്ട ഇസ്മാണ് യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ, യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ, യാ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മ, യാ മാജിദ് എന്ന് പറയുന്ന ഇസ്മ. ഇങ്ങനെ നിരവധി ഇസ്മുകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമല് ചെയ്യണം, അത് മുറുകെ പിടിക്കണം, അത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കണം. അപ്പോൾ നമുക്ക് വലിയ വലിയ ഫുതുഹാത്തുകൾ ലഭിക്കാൻ കാരണമാകും. ഇന്ന് നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമേറിയ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസ്സമദ് എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സർവാധിനാഥൻ, യജമാനൻ, സ്വയം പര്യാപ്തൻ, ആരോടും ഒരു നിലക്കും ആശ്രയമില്ലാത്തവൻ എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനെ എല്ലാവരും ആശ്രയിക്കുകയാണ്. നമുക്കെന്തെങ്കിലും സാധനങ്ങള്, നമുക്കെന്തെങ്കിലും ആവശ്യങ്ങള്, നമുക്കെന്തെങ്കിലും വിഷയങ്ങള്, ഈ വിഷയങ്ങളിലും ആവശ്യങ്ങളിലൊക്കെ നാമൊക്കെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അല്ലാഹുവിനെയാണ്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ലഭിക്കേണ്ട ആളോട് ചോദിക്കുമ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അയാൾക്ക് അങ്ങനെ തോന്നിപ്പിക്കണേ, അയാൾക്ക് സ്ഥലം തരാനുള്ള മനസ്സ് തോന്നിപ്പിക്കണേ, അയാൾ വീടും ഭൂമിയൊക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ അയാൾക്കത് എടുക്കാനുള്ള മനസ്സ് തോന്നിപ്പിക്കണേ എന്നൊക്കെ നമ്മൾ അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അല്ലാഹു. അല്ലാഹുവിനെ നാം എല്ലാവരും ആശ്രയിക്കുന്നു. അവനെ അല്ലാതെ നമുക്ക് ആശ്രയിക്കാൻ ഒരു വകുപ്പും
ഒട്ടുമില്ല. അള്ളാഹുവിനെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ, ഏത് വിഷയങ്ങളിലും ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ വലിയ മഹത്തുക്കളൊക്കെ ഈ ഒരു ഇസ്മിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കളുടെ ലോകത്ത് വലിയ വലിയ മഹാന്മാരൊക്കെ ഈ ഒരു ഇസ്മ ദിക്റാക്കി കൊണ്ട് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇസ്മിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഏതേതോ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കും ആവശ്യ നിർവഹണങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും ആശ്രയം അനിവാര്യമാകുന്നവനും സർവോന്നത പദവിയും ഉത്കൃഷ്ട ഗുണങ്ങളും എത്തിച്ചേരുന്നതും അല്ലാഹുവിലായിരിക്കും. ഇത്തരത്തിലുള്ളവനാണ് അസ്വമദ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അർത്ഥമാണ് സ്വമദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. സർവാധിനാഥൻ, യജമാനൻ, സ്വയം പര്യാപ്തൻ, സ്വയം പര്യാപ്തതയിലെത്തിയവരാണ് അല്ലാഹു, അല്ലെ? അല്ലാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല. അപ്പോ സർവോന്നത പദവിയിലേക്ക് എത്തിയ ഒരു അസ്വമദ് എന്ന വാക്കിന്റെ ആശയം ഉൾക്കൊള്ളുന്ന, നമുക്കതിനോട് യോജിച്ച ഏതെങ്കിലും ഒരു മലയാള പദം എടുത്തു പറയുമ്പോഴും അതിന്റെ അർത്ഥവ്യാപ്തി അത് ഉൾക്കൊള്ളിക്കൂല എന്നുള്ളതാണ്. അത്രമേൽ അർത്ഥവ്യാപ്തിയുണ്ട് അസ്വമദ് എന്ന് പറയുന്നതിന്. മാത്രമല്ല നമ്മുടെ അറബി പദങ്ങളെടുത്ത് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പല അർത്ഥങ്ങളും പറയേണ്ടി വരുന്നത് അത് ഒരൊറ്റ അർത്ഥം കൊണ്ട് അതിന്റെ അർത്ഥങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോ ഈ അല്ലാഹുവാണ് നിരുപാധികമായി അസ്വമദ് എന്ന് പറയുന്നത്. അത് അല്ലാഹു മാത്രമാണ്. കാരണം എന്താ? സർവ്വ ആവശ്യങ്ങളും നിർവഹിക്കുന്നതിൽ ആശ്രയിക്കാൻ അല്ലാഹുവിനെ മാത്രമേ പറ്റുകയുള്ളൂ. വേറെ ഒരാളെയും ആശ്രയിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഈ നാമത്തിന്റെ, ഈ ഇസ്മിന്റെ ഗുണവിശേഷണങ്ങളിൽ അല്പം ചില അടിമകളിലും ചില സൃഷ്ടികളിലും കണ്ടുവരും. അതെങ്ങനെയാണ് കണ്ടുവരുന്നത്? ഏതൊരുത്തനാണോ, ഏതൊരാളാണോ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മതപരവും ഭൗതികപരവുമായ കാര്യങ്ങളുടെ ആശ്രയ കേന്ദ്രമായി മാറുന്നത്, അപ്പൊ അവർക്ക് സൃഷ്ടികളിലെ അസ്വമദ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും സൃഷ്ടികളുടെ കൂട്ടത്തിൽ ചെറിയ രൂപത്തിലുള്ള അർത്ഥം ഉപയോഗിച്ച് അല്ലാഹുവിലേക്ക് നമ്മൾ സമദ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അർത്ഥം, അസ്വമദ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥം ഒരാളെയും ആശ്രയിക്കാത്തവൻ എന്നല്ലേ. എന്നാൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരാള് എല്ലാവരുടെ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുന്നു, ആ ഒരാളെ എല്ലാവരും ആശ്രയമാക്കുന്നു, എല്ലാ വിഷയങ്ങൾക്കും അവരെ അവലംബിക്കുന്നു. അത്തരം ആളുകൾക്ക് പക്ഷെ അവരത് ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, അള്ളാഹു കൊടുത്ത സാമ്പത്തിക പുരോഗതി കൊണ്ടൊക്കെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നു, മറ്റുള്ളവർ അവരെ ആശ്രയിക്കുന്നു. അത്തരം ആളുകൾക്ക് സൃഷ്ടികളുടെ കൂട്ടത്തില് അസ്വമദ് എന്ന് വ്യത്യസ്തതയോടുകൂടെ അള്ളാഹുവിൽ ഉപയോഗിക്കുന്ന അർത്ഥമല്ല, അല്ലാത്ത രൂപത്തിലും അസ്വമദ് എന്ന് ഉപയോഗിക്കാവുന്നതാണ്. അർത്ഥമുണ്ട്, ആ രൂപത്തിലും അർത്ഥമുണ്ട് എന്നറിയിക്കണം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന്, ഈ ഒരു ഇസ്മിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. അള്ളാഹുവിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഈ ഇസ്മ നമുക്ക് നൽകുന്നൊരു പാഠം, നമ്മളെ എല്ലാവരും ആശ്രയിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവവും ക്രമപ്പെടുത്തണം എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മോട് അടുക്കാത്തത്, മറ്റുള്ളവർ നമ്മോട് സഹകരിക്കാത്തത്, മറ്റുള്ളവർ നമ്മോട് ഇടപെടലുകൾ നടത്താതെ, നമ്മെ ആശ്രയിക്കാത്തത്, അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ജീവിതക്രമം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഒരു ജീവിതക്രമം സൃഷ്ടിച്ചു കൊടുക്കാൻ കാരണമാകുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് നാം വരേണ്ടത് അനിവാര്യമാണ്. അപ്പൊ മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറ്റുക, മറ്റുള്ളവർക്ക് ആശ്രയമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും ഈ പരിശുദ്ധമായ ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 134 പ്രാവശ്യം ചൊല്ലൽ പതിവാക്കിയാൽ, ഈ പരിശുദ്ധമായ ഇസ്മ 134 പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാൻ പതിവാക്കിയാൽ വിഭവസമൃദ്ധമായ ഭക്ഷണവും അവന്റെ ജീവിതത്തിൽ ബറക്കത്തും ആയുർദൈർഘ്യവും ഉണ്ടാകും എന്നുള്ളതാണ്. ജനഹൃദയങ്ങളിൽ സ്വീകാര്യതയും ലഭിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഇസ്മ ജീവിതത്തിൽ പകർത്തുമ്പോ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ അന്നം മുട്ടുകയില്ല എന്ന് മാത്രമല്ല, അവൻ ആയുസ്സിനെ അള്ളാഹു നീട്ടിക്കൊടുക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടുക എന്നുള്ളത്. ഇപ്പൊ പുതിയ കാലത്ത് എത്രയോ ആളുകളെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു. പെട്ടെന്ന്
പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു. അത് നല്ല ആരോഗ്യമുള്ള ആളുകൾ വരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതുപോലെ അറ്റാക്ക് വന്ന് പെടുന്നതിന് മരണപ്പെട്ടു പോയ എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എത്ര ആളുകളാണെന്നറിയോ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇന്ന് ആയുസ് കൂടുതലായിട്ട് കിട്ടുന്നത് കാണുന്നില്ല. അത് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണക്രമവും ഒക്കെ അതിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നമ്മൾ ഈ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിലുള്ള ഫാറ്റ്, അതിലുള്ള കെമിക്കല് ഇതൊക്കെ അടിഞ്ഞുകൂടിയിട്ട് ഫാറ്റ് വന്ന്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ അതിലുള്ള ചില വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് വരുത്താൻ കാരണമാക്കിയിട്ടൊക്കെ പെട്ടെന്ന് നമ്മുടെ അവയവങ്ങൾക്ക് വീക്ക് സംഭവിച്ചൊക്കെ മരണപ്പെടുന്നതുമായേക്കാം. എന്തു തന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ ആയുസ് കുറഞ്ഞു വരുന്നത്, വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകുന്നത് ഈ അടുത്തായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. പിന്നെ പുതിയ കാലത്ത് ടെൻഷൻസ് കൂടുതലാണ് പലർക്കും, മാനസിക സമ്മർദ്ദത്തിലാണ് പലരും. അതുകൊണ്ട് തന്നെ ടെൻഷനോടുകൂടെ ജീവിക്കുന്നവര്, മക്കളെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്നവര്, മക്കളകപ്പെട്ട കേസിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്നവര്, വിദേശത്തുള്ള പ്രവാസികളുടെ കൂട്ടത്തിലൊക്കെ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നവരുടെ വാർത്ത ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അറ്റാക്ക് വന്ന് മരണപ്പെട്ടു, ഹൃദയാഘാതം സംഭവിച്ചു, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, രാത്രി യാത്ര പറഞ്ഞ് കിടന്നുറങ്ങാൻ വേണ്ടി പോയ ആള് പിന്നീട് റൂം തുറക്കുന്നില്ല, ചെന്ന് നോക്കിയപ്പോൾ ഡെത്ത് സംഭവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നല്ല ടെൻഷൻസ് അവർക്കുണ്ടായേക്കാം. അത്തരം ടെൻഷൻസുകൾ ഉണ്ടാകുമ്പോൾ അവർക്കത് താങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായേക്കാം. അങ്ങനെ ആരോ പറഞ്ഞതും കേട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആയുസ് വർദ്ധിച്ച് കിട്ടുക എന്നുള്ളത് നാം ഒക്കെ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന നല്ല ഒരു ഇസ്മാണ് 134 തവണ ഈ ഇസ്മിനെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക. അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോ പല ആളുകളും, ചില ആളുകളൊക്കെ ചില ഇസ്മുകൾ പതിവാക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ യാ ലത്തീഫ് എന്നുള്ളത് ഒരു നിസ്കാരത്തിന് ശേഷം പതിവാക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പതിവാക്കുന്ന ഫത്താഹ് പതിവാക്കുന്നവരുണ്ടാകും. അതേപോലെ മുഖീത്ത് പതിവാക്കുന്നവരുണ്ടാകും. മാജിദ് എന്നുള്ള ഇസ്മ പതിവാക്കുന്നവരുണ്ടാകും. അപ്പോ ഇങ്ങനെ ഓരോ ഇസ്മുകളും പറയുമ്പോൾ ഓരോ ഇസ്മുകളും കുറെ തവണ പതിവാക്കണ്ടേ. അപ്പൊ ഈ പതിവാക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പതിവാക്കുക എന്ന് പറയുമ്പോൾ എന്നും ചൊല്ലാം. അതേപോലെ തന്നെ ഒരു ദിവസം ഈ ഇസ്മ പതിവാക്കുക, മറ്റൊരു ദിവസം വേറെ ഇസ്മ പതിവാക്കുക, പിറ്റേ ദിവസം ഈ ദിവസം പതിവാക്കിയ ഇസ്മിനെ പിറ്റേ ദിവസം പതിവാക്കുക. ഇങ്ങനെ ഒരു കൃത്യമായ ഒരു റൂട്ടിൽ കൊണ്ടുപോയാൽ മതി. അപ്പൊ തിങ്കളാഴ്ച ഒരാൾ യാ ലത്തീഫാണ് ചൊല്ലുന്നത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം. ഇത് സമയമില്ലാത്തവർക്കാ പറയുന്നത്, സമയമുള്ളവർക്ക് എന്തോ ചെയ്യാലോ. അപ്പൊ തിങ്കളാഴ്ച ഒരാൾ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ ചൊല്ലുന്നു, ചൊവ്വാഴ്ച അയാള് യാ സ്വമദ് എന്നുള്ള ഇസ്മ ചൊല്ലുന്നു, എന്നാൽ പിന്നെ ബുധനാഴ്ച യാ ലത്തീഫ് കൊണ്ട് ചൊല്ലുക. അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പതിവാക്കുന്ന രൂപാവുക, ആഴ്ചയിൽ ഒരിക്കൽ പതിവാക്കുന്ന രൂപാവുക. ഇപ്പൊ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലൊക്കെ പതിവാക്കേണ്ട ചില ദുആകളും ഇസ്മുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ പതിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അത് വെള്ളിയാഴ്ച രാവിലെ വരുമ്പോൾ പതിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഇവിടെ പതിവാക്കുന്നത് ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് പതിവാക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ പതിവാക്കിയാൽ മതി. അപ്പൊ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 134 തവണ ചൊല്ലിയാൽ അവർക്ക് ആയുസ്സിൽ വർധനവുണ്ടാകും, ജനഹൃദയങ്ങളിൽ സ്വീകാര്യതയുണ്ടാകും. അതേപോലെ തന്നെ അവരുടെ ഭക്ഷണത്തില്, അവരുടെ റിസ്ഖില് അതില് ഒരു മുട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമികളുടെ പിടിയിൽ അകപ്പെടാതിരിക്കാനും അകവും പുറവും സംശുദ്ധമായി തീരാനും രാത്രിയിൽ വുളൂ ചെയ്ത് ഖിബിലക്ക് അഭിമുഖമായി കൊണ്ട് ഈ ഇസ്മ 115 തവണ ചൊല്ലിയാൽ മതി. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചൊല്ലേണ്ടതാണ്. മനസ്സിലായല്ലോ. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് കോൾ ചെയ്യുന്ന സമയത്ത് എടുക്കാത്തത് കൊണ്ട്, അപ്പോൾ എടുക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിന്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് പ്രോഗ്രാമുകളായിരുന്നു, അതിന്റെ ഇടയിലായിരിക്കും. അങ്ങനെയുള്ള തിരക്കുകൾക്കിടയിലാവുമ്പോഴാണ് എടുക്കാതിരിക്കുന്നത്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ അവരവരുടെ ഇഷ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരവരുടെ വീട്ടിൽ നടക്കുന്ന ആ ഒരു പ്രശ്നത്തിന്റെ വീഡിയോ അവരയച്ചു തന്നു. അങ്ങനെ അയച്ചു തരേണ്ട ആവശ്യമില്ല കേട്ടോ. അയച്ചു തന്നു എന്ന് കരുതിയതുകൊണ്ട് നമ്മളിവിടെ പബ്ലിക്കിൽ ഇടൊന്നും ചെയ്യൂല. അത് ജസ്റ്റ് ചിലപ്പോൾ കാണുക പോലും ഉണ്ടാവില്ല. അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ സമയത്ത് തന്നെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കും. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവര് അതിൽ കാണുന്നത് ഒരു ചെറിയ ഒരു വെപ്പൺ എടുത്തൊരു കത്തി പോലെയുള്ള സാധനം എടുത്തു കൊണ്ടുവന്നിട്ട് അവരെ
വെട്ടാൻ വേണ്ടി വരുന്ന. അപ്പോ അവരതിൽ നിന്ന് എങ്ങനെയോ കുതിരി മാറിയപ്പോ അവര് അട്ടഹസിച്ചു പോകണേ, നീ വീട്ടിൽ താമസിക്കില്ല, നീ ഇവിടെ താമസിക്കുന്ന കാലത്തോളം നിന്റെ ശരീരത്തിലെ ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അട്ടഹാസത്തോടു കൂടെ അവര് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ഒരു സന്ദർഭം എന്ന് പറഞ്ഞാല് അത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഭയത്തിൽ കഴിയുന്ന സന്ദർഭമാണ്. അപ്പൊ ഇത്തരം സന്ദർഭം സംജാതമാകുമ്പോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണിത്. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പതിവാക്കുക. ഏതാണ് ഇസ്മ എന്നറിയണോ? അത് യാ സ്വമദു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ. അത് രാത്രിയിൽ ഉളൂ ചെയ്ത് ഖിബ്ലക്ക് നേരെ ഇരുന്ന് 115 തവണ ചൊല്ലിയാൽ മതി. ഏകാന്തതയിലിരുന്ന് ധാരാളം തവണ ഈ ഇസ്മ, ഈ യാ എന്ന് പറയുന്ന അക്ഷരം ചേർത്ത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ബറക്കത്ത് നൽകുമെന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ഈ ഇസ്മുകൾ ചൊല്ലുന്ന സമയത്ത് യാ കൂട്ടിയിട്ട് ചൊല്ലാൻ സാധിക്കും. യാ സ്വമദു യാ അല്ലാഹ്, യാ സ്വമദു യാ അല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് വുളൂ ചെയ്ത് സുജൂദിൽ കിടന്ന് ഈ ഇസ്മിനെ 115 തവണ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും. അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ അത് കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഈ ഇസ്മ 350 തവണ വീതം 350 തവണ എല്ലാ ദിവസവും ഓതൽ പതിവാക്കിയാൽ അയാളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഏറി വരും. അവരുടെ ജീവിതത്തിൽ സന്തോഷം വരും. അപ്പൊ നോക്കൂ, ഈ ഇസ്മ 350 തവണ. അപ്പൊ ഇതിൽ 350 തവണ എന്ന് പറയുമ്പോൾ 150 തവണ ചൊല്ലേണ്ട ഒരു സമയം പറഞ്ഞു. അത് ഇന്ന സമയത്താണ്. ഇതിപ്പോ ഓരോ ദിവസവും ചൊല്ലണം 350. അപ്പൊ അതിന് വേറൊരു സമയം നമ്മൾ കണ്ടെത്തിയാൽ മതി. ഇപ്പൊ ഏതെങ്കിലും ഒരു വിറുദ്ധോ ദിക്റോ കൊണ്ടുവരാത്ത ഏതെങ്കിലും സമയം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ദിക്റോ വിറുദ്ധോ കൊണ്ടുവരാത്ത ചില സമയങ്ങൾ ഉണ്ടാകും. അതിൽ പെട്ടതാണ് ഇപ്പോ നമ്മളിപ്പോ അസ്റിന് ശേഷം ഒന്നും ചൊല്ലുന്നില്ല എന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ളുഹറിന് ശേഷം നിലവിൽ ഒരു ദിക്റും ചൊല്ലുന്നില്ല. എന്നാൽ ളുഹറിന് ശേഷം ഈ ഒരു ഇസ്മ 350 തവണ ഞാൻ ചൊല്ലുമെന്ന് തീരുമാനിക്കാം. ഏതെങ്കിലും സമയം ബ്ലാങ്കായി കിടക്കുന്ന, ഒഴിഞ്ഞു കിടക്കുന്ന സമയങ്ങളുണ്ടെങ്കിൽ അവിടെ ഈ ഇസ്മ 350 തവണ ചൊല്ലാൻ തീരുമാനിച്ചത് അങ്ങനെ ചൊല്ലി ഇങ്ങനെ വന്നാല് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മുകളാണ്. നമ്മുടെ പൂർവ്വസൂരികളൊക്കെ ഈ ഇസ്മിനെ കുറിച്ച് പറയാനും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനും എത്രയോ പേജുകളാണ് അവർ ചെലവഴിച്ചതെന്നറിയണോ? അവരത്രയും പേജുകൾ ചെലവഴിച്ച് കൃത്യമായിട്ട് വിശദീകരിച്ച് ഓരോ ഇസ്മുകളുടെയും മഹത്വവും അതുകൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും അല്പാൽപമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ പലരും അതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നുഖബാക്കൾ എന്ന് പറയും ഔലിയാക്കളുടെ ലോകത്ത്, അവരൊക്കെ ഈ ഇസ്മിനെ ഒരു ദിക്റായിട്ട് അവര് കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവര് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും. ഈ അത്തരം ആളുകളൊക്കെ ഈ ഇസ്മുകള് ചൊല്ലുമ്പോൾ അവര് വളരെ കഠിനമായ രാപ്പകൽ ഭേദമില്ലാതെ അവര് കുറെ കാലം വർഷങ്ങളോളം ഭക്ഷണപാനീയങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിലേക്കൊക്കെ അവരെത്തുന്ന കഠിനമായ റിയാളകളും കഠിനമായ ഉരുക്കഴിക്കലൊക്കെ ഇതിനുണ്ട്. പക്ഷെ നമ്മളതൊന്നും സാധാരണക്കാർക്ക് അതൊന്നും കഴിയൂല. അതുകൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങൾ പറയാത്തത്. സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ലഘുവായ ലളിതമായ രൂപത്തിലുള്ള ഒരു റിയാളയുടെ രൂപം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. റിയാള അസ്മാഉൽ ഹുസ്നയുടേത് പൂർത്തിയാക്കി വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട്. ആ റിയാള പൂർത്തിയാക്കി വീട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. റിയാള പൂർത്തിയാക്കിയിട്ട് വീട്ടിയാൽ നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങള് അത് സാധാരണ ഒരാൾ ചൊല്ലുന്നതിനേക്കാളും കൂടുതലുണ്ടാകും. ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ റിയാള പല തവണ പൂർത്തിയാക്കി വീട്ടിയവരും ഓരോ റിയാളുകളും പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ഉണ്ട്. ചെറിയ റിയാളുകളും വലിയ റിയാളുകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരുണ്ട്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ഈ പവിത്രമായ ഇസ്മ അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ അമല് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകം രഹസ്യങ്ങൾ അടങ്ങിയ ഖജാനയാണ് ഈ നാമം.
അതുപോലെ തന്നെ റിയാളയുടെ ആളുകൾക്ക് ദിക്റായി ഉപയോഗിക്കാൻ ഇത് കൂടുതൽ ഫലപ്രദമാണ്. വിശന്നുകൊണ്ട് നടത്തേണ്ട റിയാളകളിൽ ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. വിശപ്പിന്റെ വേദന പാടെ മാറും. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇതൊക്കെ കാരണമാകും. ഇപ്പൊ റിയാളകളൊക്കെ വീട്ടുന്ന സമയത്ത് നോമ്പുകാരായിട്ട് റിയാള് വീട്ടുന്നവരുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഇസ്മ ഇടയ്ക്കിടക്ക് റിയാളുകൾക്കിടയിലും മറ്റുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു സലാമത്ത് ലഭിക്കാൻ കാരണമാകും. നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് അമലുകൾ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന ഒരുപാട് അമലുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ ചെയ്ത എത്രയോ അമലുകളുണ്ട്. 12,000 ബിസ്മിയുടെ അമല് എന്നൊക്കെ പറയുമ്പോൾ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ് 12,000 ബിസ്മിയുടെ അമല്. കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസമൊക്കെ ഓരോ ദിവസവും 100 കണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നത്. 12,000 ബിസ്മിയുടെ അമല് കൊണ്ട് അമല് ചെയ്ത് ഒരിക്കലും നേടില്ലെന്ന് കരുതിയ എത്രയോ കാര്യങ്ങൾ നേടിയ അനുഭവങ്ങൾ പേഴ്സണലി പല ആളുകളും നമ്മെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയുടെ അമലുകളെ പോലെ വളരെയധികം ഫലപ്രദമായ അമലാണ് 12,000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്. ഇങ്ങനെയുള്ള അമലുകളൊക്കെ ജീവിതത്തിൽ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. റിയാള എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നവരോട്, ഈ റിയാളയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടനവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിന്റെ താഴേക്ക് പോയി നോക്കിയാൽ ആ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ റിയാള എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്, അതെന്തിനാണ് ചൊല്ലുന്നത് എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് വരാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.